ഞാൻ അപ്പോഴേ പറഞ്ഞു എഴുത്തമ്മോട് വേണ്ട നീ അതൊന്ന്. അല്ല സ്വന്തം പെങ്ങളായിട്ട് പോലും എന്നോട് പറഞ്ഞു കേട്ടോ. അല്ല ഞാൻ എനിക്കെന്തോ അതിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് ഫീൽ എടുത്തേട്ടൻ പോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോ ഞാൻ എടുത്ത് പറഞ്ഞു വേണ്ട ഇപ്പൊ വേണ്ട, സമാധാനപ്പെടും, സമയമുണ്ടല്ലോ. ഞാനിപ്പോ അമ്മയെ പറ്റി ഓർക്കുന്നുണ്ടോ, നമ്മ ഒന്ന് പണിക്ക് പോവാണ്, താട്ടൻ തെണ്ടിത്തിരിഞ്ഞ് ഓട്ടയെ ഓടിച്ച് നടക്കുകയാണ്, പ്രത്യേകിച്ച് കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വേണം. താട്ടൻ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവൻ എല്ലാത്തിന്റെയും വാലിൽ എന്നെ കോർത്തിടുന്നു. അപ്പൊ അതിലും എന്നെ കോർത്തിട്ടായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ അതിനെ പറ്റി ഇത് അറിയാമായിരുന്നു, എങ്കിലും ഒത്തിരി അറിയത്. ഇവൻ അവിടെ ഞാൻ ഇവളും കൊണ്ട് ഇറങ്ങി, ഞാൻ ഇവളും കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ എനിക്കറിയാം പണി എനിക്ക് കൂടെ വരുന്നുണ്ട്. അപ്പൊ താനോട് അപ്പൊ ഞാൻ എടുത്തപ്പോ ആദ്യം ഇവളോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇപ്പോഴേ വേണ്ട, വെയിറ്റ് ഇല്ല, എനിക്ക് എന്റെ ഏട്ടന്റെ കൂടെ ഇപ്പൊ പോണം. പിന്നെ സ്റ്റേഷനിൽ ഒരു കൂട്ടുകാരൻ ജാമ്യം വന്നേ. ഗതികേട് പോലെ ഇവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് വിളിച്ച് എന്റെ മുന്നോട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വിഷമം തുടങ്ങി. അവ നിന്ന നിലപ്പിൽ എന്താ എറണാകുളം നിന്ന നിലപ്പിന് വന്നിട്ടാണ് ഇവനെ കണ്ട് ഇറങ്ങി. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ചിരിക്കുക എന്നെ കണ്ടപ്പോ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നത്. പിന്നെ അന്ന് കല്യാണം കഴിഞ്ഞു. പിന്നെ എനിക്ക് പ്രശ്നമില്ല, എനിക്കൊരു കൂട്ട്, എനിക്കൊരു കമ്പനിയായി ഒരു ഫീലാണ്. പിന്നെ അന്നോട്ട് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? അല്ല ഈ ചേട്ടനും കുഞ്ചൂസും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്നു ആ സമയം. നിങ്ങളുടെ ഒരു ലവ് സ്റ്റോറി പറഞ്ഞു. ഇത് ചേട്ടൻ അറിഞ്ഞത് എങ്ങനെ ഇവരുടെ ലവ് സ്റ്റോറി? പറഞ്ഞതാ ഏടത്തിയമ്മോട് ഞാൻ പറഞ്ഞു, എന്താ പറയാ ആ സാഹസിക ഞാൻ ഒന്ന് സംസാരിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാര്യം മുന്നേ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായ റിലേഷൻഷിപ്പ് ആയിരുന്നു, പിന്നെ ബ്രേക്ക് ആയിരുന്നു, പിന്നെ റീ ഓപ്പൺ ചെയ്തു. ഞാൻ വളരെ തന്ത്രപൂർവ്വം അതേട്ടനെ അറിയിച്ചു. തന്ത്രപൂർവ്വം അല്ല, ഇവര് കല്യാണം കുറച്ചായിട്ടല്ലേ ഉള്ളൂ. ഭയങ്കര സ്നേഹമല്ലേ ഏട്ടാ. ഏട്ടനത് പ്രസന്റ് ചെയ്തു. ഞാൻ ഏട്ടൻ കുറച്ചുകൂടെ വയലൻസ് പ്രതീക്ഷയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഉണ്ടായില്ല, പിന്നെ ഒരു ദിവസം ഉണ്ടായി, പിന്നെ മാറി. പൊതുവെ പെങ്ങന്മാരിപ്പം ഏതോ അങ്ങനെ ഉണ്ടാവുന്ന ചെറിയ നോർമലായിട്ടൊരു പ്രശ്നം ഉണ്ടായി. പക്ഷെ അന്ന് ഏട്ടനോട് പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മളില്ലാട്ടെ ഞാൻ അങ്ങനെ. അതെന്താ എല്ലാ ഏട്ടന്മാരും അങ്ങനെ പറയുന്നത്? ഞാൻ ചെയ്യും പക്ഷെ നിങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നത് ഭയങ്കര കടുപ്പത്തിലായത്. അതാണ് ഒരിക്കലും അവൻ അങ്ങനെ കൊണ്ടുവന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സത്യം അവൻ പറഞ്ഞത് സത്യം തന്നെ. ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് എങ്ങനെ കൊണ്ടുവന്നൊക്കെ ആയിരുന്നു ഒരു ചിന്ത. അതാകുമ്പോ സാഹചര്യം പട്ടപ്പേരെ താമസിക്കണോ, അമ്മയ്ക്ക് ക്യാൻസർ, തീ പൊള്ളണോ, കൂലിപ്പണി, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണോ. ഈ മക്കള് സ്നേഹിച്ചിട്ട് കൊണ്ടുവന്നുള്ളത് പ്രതീക്ഷ നമ്മുടെ മനസ്സിലേ ഇല്ല. ഒരാള് പോയി നമ്മള് പണ്ടതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യുന്നൊക്കെ സംഭവം അത്. അല്ല പിന്നെ നമ്മളവിടെ ഇപ്പഴല്ല അതൊരു ഇങ്ങനെ കൊറേ മറ്റേ പാട്ടൊക്കെ വെച്ച് ഞങ്ങളുടെ വീട്ടിൽ ആദ്യം തുടക്കം വെച്ചത് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഫുള്ള് പാട്ടാണത്. അയ്യോ മറ്റേ നമ്മളെ പേര് വത്സ. അപ്പൊ വത്സയുടെ മകൻ ഇങ്ങനെ കൊണ്ടുവന്നു ഇത്രേ നാട് മൊത്തം പാട്ട്. ഇന്നെ വിളിക്കാത്ത ആൾക്കാരൊക്കെ വിളിക്കണു. നമ്പർ ആരാണ് എടാ ഞാൻ അന്ന് എന്നെ അവിടെ ചെപ്പച്ച് കണ്ടല്ലോ, ഞാനാണ്. അന്റെ കല്യാണം കഴിഞ്ഞോ? ആ ഓരോരുത്തർക്ക് വിളിക്കാത്ത ആൾക്കാർക്ക് വിളിക്കണോ? അല്ല പിന്നെ അവിടുന്ന് ആരും ചാടിച്ചു കൊണ്ടിരുമ്പോ ഏട്ടനെ വിളിച്ചു ചോദിക്കുക ആ ഒരു ഇതിന് വേണ്ടിട്ടേ. അപ്പൊ ഞാൻ വല്ല ആധാർ കാർഡ് മതി, പിന്നെ നമുക്ക് അമ്പലത്തെ പറഞ്ഞു തുടങ്ങി. അതിന് മറ്റേ സ്പെഷ്യൽ ഒരു കൗൺസിലിംഗ് ഒക്കെ തുടങ്ങിയെന്നല്ലേ സ്പെഷ്യൽ ആയിട്ട്? അങ്ങനൊന്നുമില്ല, ഞാൻ അങ്ങനെ അതുകൊണ്ട് ചോദിക്കാൻ നാട്ടിലൊക്കെ മരത്തുള്ളൂ. പിന്നെ ഞാൻ അപ്പൊ അങ്ങനെ വലിയ അതൊന്നുമില്ല. നമ്മള് ലടിച്ചോളൂ അല്ലേ, ഞങ്ങളുടെ ലൈഫിൽ സന്തോഷമായിട്ട് പോടും. ഇവരുടെ ഇത് റിയാക്ഷൻ ആണ് ചേട്ടന്റെ, അത് പറ. ഇവരുടെ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ റിയാക്ഷൻ. ഞാൻ പ്രതീക്ഷിച്ചു ഇന്റെ പെങ്ങളോ? അല്ല ഇവര് റിലേഷൻഷിപ്പ് റൂമിലിരുന്നു, രഹസ്യമൊന്നും അല്ലായിരുന്നു. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അറിയണം എന്നുണ്ടായിരുന്നു. ഇപ്പം എടുത്തിമോട് ഞാൻ റൂമിൽ നിന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അധികം ദിവസം ആയിണ്ടായില്ലെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളുടെ? അപ്പൊ എടുത്തിമോ ഏട്ടനോട് പ്രസന്റ് ചെയ്തപ്പോ ഏട്ടൻ അതൊന്നും വേണ്ട, ശരിയല്ല ആ രീതിയിലൊക്കെ മോളെ വിളിക്കുന്നു പറഞ്ഞു. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നോട് അതന്നെ പറഞ്ഞു. ഒന്നും വേണ്ട, അതൊക്കെ വിട്ടില്ല, അതൊന്നും ശരിയാവില്ല എന്നങ്ങനെയൊക്കെ പറഞ്ഞ ഏട്ടൻ അങ്ങ് ഒഴിവായി പോയി. പിന്നെ ഞാൻ ചോറിനില്ല, എന്നോട് അങ്ങനെ ഇരുന്നു. അപ്പൊ ആ ചോറിനാ കേണ്ടന്നെ ചോറൊന്നും പറഞ്ഞു തീരുമാനം ഉണ്ടാക്കി ഇപ്പൊ ചോറിനാ വാന്ന് പറഞ്ഞു. അങ്ങനെ ചോറിനാൻ ചെന്നു. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഏട്ടന്മാരൊക്കെ വിളിച്ച് വർത്താനൊക്കെ ആയപ്പോ പിന്നെ ക്ലാഷ് ആയി. പിന്നെ ഭയങ്കര വഴക്കുന്നൊക്കെയായി. ഞാനാ പറഞ്ഞ ഏട്ടന്മാരൊക്കെ വിളിച്ചു. പിന്നെ അങ്ങനെ വർത്താനം അങ്ങനെ ചർച്ചയൊക്കെ പാടായി. പിന്നെ കുറച്ച് വർത്താനം അങ്ങനത്തെ കുറച്ച് നോർമൽ വർത്താനൊക്കെ ഉണ്ടായി. പിന്നെ അളിയന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അങ്ങനെ പ്രശ്നമൊന്നും നടന്നില്ല. പക്ഷെ താല്പര്യക്കുറവുണ്ടായിരുന്നു എനിക്ക് ആ സമയത്തോട്ടോ. പിന്നെ അപ്പൊ സ്വാഭാവികം ആങ്ങളാർക്ക് ഉണ്ടാകുന്ന പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് പിന്നെ അങ്ങനെ എന്റെ ആഗ്രഹത്തിന് വേണ്ടിട്ട് പിന്നെ ഞാനങ്ങനെ ഏട്ടന്മാരത്തൊക്കെ പറഞ്ഞു. ഏട്ടന്മാർ പിന്നെ അളിയന്റെ വീട്ടിൽ അങ്ങനെ വിളിച്ച് പിന്നെ അളിയന്റെ അച്ഛനും അളിയന്റെ അളിയനും പിന്നെ ആരൊക്കെ വീട്ടിലേക്ക് വന്നു, സംസാരിച്ചു. പിന്നെ പിന്നെയാണ് കൊറോണ വന്ന
കൊറോണ പിന്നെ നമ്മൾ നോർമൽ അറേഞ്ച്ഡ് പോലെ തന്നെ ആയിരുന്നു. എൻഗേജ്മെന്റ് വെച്ചില്ല അല്ലെ? എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. എൻഗേജ്മെന്റ് അല്ല, നമ്മളൊരു ഡേറ്റ് എടുക്കുക. ഡേറ്റ് അവരവിടേക്ക് നമ്മളെല്ലാരും കൂടെ പോയി. എൻഗേജ്മെന്റ് പോലെ അവരവിടേക്ക് വേറെ രീതിയിൽ നിശ്ചയം പറയുന്നത്. അങ്ങനെ പോയി. പിന്നെ നമ്മൾ നോർമൽ അറേഞ്ച്ഡ് മിണ്ടില്ലായിരുന്നു. മിണ്ടത്തില്ല. കല്യാണത്തിന്റെ അന്നും വിഷ്ണുവിനോട് മിണ്ട് അങ്ങനത്തെ ഒരു റിസപ്ഷൻ ആണ് എന്നാ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. കാരണം ഞാൻ അളിയാന്ന് വിളിച്ചിരുന്നില്ല. ഇവളുടെ ബർത്ത്ഡേക്ക് അടക്കം വന്നിട്ട് അവന്റെ കൂട്ടുകാർ വന്നിട്ട് ഇപ്പൊ മുണ്ടില്ല, ഓർ റൂമിൽ പോയി. പുറത്തേക്ക് ഇറങ്ങിയില്ല. ദേഷ്യത്തോടെ നിക്ക അങ്ങനെയല്ല, ദേഷ്യത്തോടെ ഒരു മടിയാണ്, ഭയങ്കര മടിയാണ്. ഇപ്പോഴുള്ള എപ്പോ നോക്കിയാലേ അളി വിളി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ ആദ്യമായിട്ട് അളിയാന്ന് വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞ് റിസപ്ഷന്റെ അന്ന് ചേട്ടനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ. അന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം അളിയാന്ന് വിളിക്കണേ. കരഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. വെറുതെ അല്ല എന്തായിരുന്നു അങ്ങനെ ഒരു എന്തായിരുന്നു പേരിനോട് തോന്നാനുള്ള ഒരു ദേശത്തിന്റെ കാരണം തന്നെ ഇന്നത്ര ദൂരേക്ക് കൊണ്ടുപോകണമെന്ന് ഇഷ്ടമല്ല. ആ കാര്യത്തിൽ എനിക്കൊരു മനപ്രയാസമായിരുന്നു. നമുക്ക് എപ്പോഴേലും കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടായി. ഇപ്പോഴും അവർക്ക് വരണമെങ്കിൽ ഒന്ന് വന്നിട്ട് വേഗം പോവാൻ പറ്റില്ല. ആ കളിന് സമാധാനം വന്ദേ ഭാരത് ഉള്ളതാണ്. ടിക്കറ്റും കിട്ടില്ല. 2 മണിക്കൂറിന് ഇവിടെ എത്തും. അതാണ് ആ സമയത്ത് എന്തോ എനിക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇന്ന് വന്നിട്ട് നാളെ പോവാന്ന് വിചാരിക്കാൻ പറ്റില്ല അവർക്ക്. അവിടുന്ന് ആ അളിയെന്ന് വിളിച്ചപ്പം സ്വീകരിച്ച ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു ചേട്ടൻ? അതിങ്ങനെ ക്യാമറ അത്രേ ഉള്ളോ? അല്ല നമുക്ക് ആ ഒരു ദേഷ്യം കൺവിൻസ്ഡ് ആയല്ലോ. കൺവിൻസ്ഡ് ആയത് എങ്ങനെയാണ് ചേട്ടൻ? അത് എങ്ങനെ എനിക്കറിയില്ല. കാരണം ഇഷ്ടംമാരത് വരില്ല. നമുക്ക് ഓരോന്നുണ്ടായില്ല. ഇപ്പൊ ഓരോരുത്തരൊക്കെ ഇപ്പൊ ഇപ്പിന്റെ ഏട്ടന്മാരെ കുറെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചുകൊണ്ടായിട്ട് അളിയന്മാര് കുറെ അടിയും പിടിയും പ്രശ്നങ്ങളും ഇതൊക്കെ ഞാൻ അങ്ങനെ കാണണ്ട. പിന്നെ അല്ല നമുക്കറിയില്ലല്ലോ. അപ്പൊ ഓരോരുത്തർ നമ്മളെ നാട്ടിലാണ്. ഇക്കപ്പൊ ഇങ്ങനെ എന്തോ ഇവിടെ ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇവള് ഇഷ്ടപ്പെട്ട ഒരാളെ കാണുക. അപ്പൊ ഇക്ക് മനസ്സിലാക്കാൻ ഓരോ ആലോചനയും ഇതൊക്കെ ഇങ്ങനെ എന്തോ ഒരു ടെൻഷനാ. പെട്ടെന്ന് ഒരു ഇഷ്ടക്കുറവെന്നൊക്കെ. അപ്പൊ ഞാൻ കുറെ പോലും പറഞ്ഞാന്നു വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറഞ്ഞാന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് പറ്റിയ ആൾ തന്നെയാണ് തോന്നുന്നത്. അല്ല ഒന്നാമത് ഇപ്പൊ ഓള് വീഡിയോ എടുക്കുന്നുണ്ട് യൂട്യൂബ്. അപ്പൊ അളിയനെ എഡിറ്റിങ് കാര്യം എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്റെ എല്ലാ കാര്യത്തിനും ഏട്ടൻ എനിക്കൊരു സപ്പോർട്ടാണ്. എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആര് പറഞ്ഞാലും അനുസരിക്കുന്നില്ല. അളിയൻ പറഞ്ഞാൽ കേൾക്കും. ഞാൻ പറഞ്ഞ ചിലപ്പോൾ കേൾക്കുന്നില്ല. സത്യം ഞാൻ ചിലപ്പോ അമ്മ ഓള് പറഞ്ഞ പോലും കൂടി ഞാൻ ഒറ്റയടിക്കില്ല പറ്റില്ല എന്ന് പറയും. പക്ഷെ അളിയൻ അങ്ങനെ വിളിക്കില്ല. അളിയൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാ അലുക്കുലത്ത് കാര്യങ്ങൾക്കൊന്നും വിഷ്ണുട്ടൻ താട്ടനെ വിളിച്ചാൽ ഞാൻ അത്ര ഇപ്പൊ ഇവരെ പിന്നീട് പറയും മറ്റേ ഒന്ന് വിളിക്കട്ടെ. ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അതിനല്ല മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഇന്നെ ഇവിടെ കൊണ്ടുപോകേണ്ട കാര്യം ഞാൻ കൊണ്ടുപോകാൻ വരുമല്ലോ താട്ട. പക്ഷെ എന്നോട് ഒന്ന് പറയാം ഒരു ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയില്ല. ഇവളിപ്പോ മറ്റൊന്ന് പോകുമ്പോ ഇവളിപ്പോ ഇങ്ങനെ പറയും ഏട്ടാ ഞാൻ മറ്റൊന്ന് പോകില്ല ഒന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്ന വിഷ്ണുട്ടന് ചോദിക്കാറ്. അതൊന്നും ഞാൻ ചോദിക്കില്ല. കാരണം അളിയനാളിന്റെ തിരക്കും കാര്യങ്ങളുണ്ടായിരിക്കും. ഞാൻ അതിലൊന്നും കയറി ഇടപെടുന്ന അങ്ങനെ സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ല. അളിയനും കൂട്ടും അങ്ങനെ തന്നെയാണ്. അതേ ഉള്ളൂ. അങ്ങനെ അപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല. അടുക്കള കാര്യങ്ങൾ സംസാരിക്കില്ല എന്ന് പറയാച്ചാല് അവരത്ര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് നല്ല കാര്യമല്ലേ? അതാണ് ഏട്ടന്റെ ലൈഫിൽ സന്തോഷം.